2023 സെപ്റ്റംബറിൽ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ വിചിത്രമായ ഒരു കാര്യം ശ്രദ്ധിച്ചു. പല രാജ്യങ്ങളിലെയും ഭൂകമ്പ നിലയങ്ങൾ ശാന്തവും എന്നാൽ സ്ഥിരവുമായ ഒരു സ്പന്ദനം മനസ്സിലാക്കി. അതായത് ഓരോ 90 സെക്കൻഡിലും ആവർത്തിച്ചിട്ടുള്ള ഒരു കുലുക്കം. ഭൂകമ്പം പോലെ ഉച്ചത്തിലുള്ളതല്ലായിരുന്നു അത്, പക്ഷേ അത് 9 ദിവസത്തേക്ക് തുടർന്നു. ഒരു മാസത്തിന് ശേഷം വീണ്ടും വന്നു. സിഗ്നൽ വളരെ ശക്തമായിരുന്നു. അലാസ്കയിൽ നിന്ന് ഓസ്ട്രേലിയയ്ക്ക് വരെ അത് അനുഭവപ്പെട്ടു. പക്ഷേ ആ സമയത്ത് ഭൂകമ്പങ്ങളോ അഗ്നിപർവ്വത സ്ഫോടനങ്ങളോ ഇല്ലാതിരുന്നതിനാൽ അതിൻ്റെ കാരണം ആർക്കും മനസ്സിലായില്ല. ഒരു നീണ്ട അന്വേഷണത്തിന് ശേഷം ശാസ്ത്രജ്ഞർ ഉറവിടം കണ്ടെത്തി. കിഴക്കൻ ഗ്രീൻലാൻഡിൽ കുത്തനെയുള്ള പാറക്കെട്ടുകളാൽ ചുറ്റപ്പെട്ട ഡിക്സൺ ഫ്യോർഡ് എന്നറിയപ്പെടുന്ന ഒരു വിദൂര ഫ്യോർഡ് എന്ന് പറഞ്ഞാൽ ആഴമേറിയതും ഇടുങ്ങിയതുമായ ഒരു കടൽ പ്രവേശന കവാടം, ചുറ്റിനും പാറക്കെട്ടുകളാലൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു കടൽ ഭാഗം. അവിടെയായിരുന്നു അതിൻ്റെ ഉറവിടം. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? 2023 സെപ്റ്റംബർ 16 ദശലക്ഷക്കണക്കിന് ടൺ ഭാരമുള്ള ഒരു വലിയ പാറയും ഐസും ഒരു പർവ്വതത്തിൽ നിന്ന് പൊട്ടി ഫ്യോർഡിലേക്ക് ഇടിച്ചു കയറി. ഏകദേശം 10,000 ഒളിമ്പിക്സ് നീന്തൽ കുളങ്ങൾ നിറയ്ക്കാൻ കഴിയുന്നത്ര വലിയൊരു കൊളാപ്സ് ആയിരുന്നു അത്. ഈ വലിയ ആഘാതം ഒരു മെഗാ സുനാമിക്ക് കാരണമായി. തിരമാലകൾ 650 അടി വരെ ഉയരത്തിൽ പൊങ്ങി, അതായത് എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിന്റെ പകുതിയോളം ഉയരത്തിൽ. ഈ ഭീമൻ തിരമാലകൾക്ക് എന്താണ് സംഭവിച്ചത്? ചുറ്റിനും വ്യാപിച്ചു പോകാൻ സാധിക്കാത്തതിനാൽ അവ പാറക്കെട്ടുകളിൽ നിന്ന് ചാടി ഫ്യോർഡിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചു. ഇത് വെള്ളത്തിൽ ശക്തിയേറിയ ഒരു സ്ലോഷിംഗ് മോഷൻ സൃഷ്ടിച്ചു. ഇതിനെ സീഷെ എന്ന് വിളിക്കുന്നു. ഇതൊരു സുനാമിയിൽ നിന്ന് വ്യത്യസ്തമാണ്, കാരണം വെള്ളം ഒരു സ്ഥലത്ത് തന്നെ തുടരുകയും ഒറ്റ തിരമാലയായി പടരുന്നതിന് പകരം മുന്നോട്ടും പിന്നോട്ടും നീങ്ങുകയും ചെയ്യുന്നു. സീഷകളെയും സുനാമികളെയും എങ്ങനെ മനസ്സിലാക്കാം? വലിയ തിരമാലകളെ കുറിച്ച് കേൾക്കുമ്പോൾ ആളുകൾ പലപ്പോഴും സുനാമികളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. സാധാരണയായി വെള്ളത്തിനടിയിലെ ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അല്ലെങ്കിൽ മണ്ണിടിച്ചിലുകൾ എന്നിവ മൂലമുണ്ടാകുന്ന കൂറ്റൻ തിരമാലകൾ. ഈ തിരമാലകൾ സമുദ്രത്തിലൂടെ അതിവേഗത്തിൽ സഞ്ചരിക്കുകയും തീരത്തെത്തുമ്പോൾ അത്യന്തം വിനാശകരമാവുകയും ചെയ്യും. അതാണ് നമ്മൾ സാധാരണ പറയുന്നത് സുനാമി. എന്നാൽ 2003 ഗ്രീൻലാൻഡിലെ ഡിക്സൺ ഫ്യോർഡിൽ സംഭവിച്ചത് അല്പം വ്യത്യസ്തമായിരുന്നു. അതൊരു സാധാരണ സുനാമി ആയിരുന്നില്ല, സീഷെ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രതിഭാസമായിരുന്നു. എന്താണ് വ്യത്യാസം? സമുദ്രത്തിന്റെ അടിത്തട്ടിന്റെ ഒരു ഭാഗം ചലിക്കുമ്പോഴോ തെന്നി മാറുമ്പോഴോ പെട്ടെന്ന് അവിടെ നിന്ന് ധാരാളം വെള്ളം പുറത്തേക്ക് എടുത്തെറിയപ്പെടുന്നു. അങ്ങനെ ആ വെള്ളത്തിന്റെ ശക്തമായ പ്രവാഹം സമുദ്രത്തിനടിയിലൂടെ നീങ്ങി കരകളിലേക്ക് ഇടിച്ചു കയറി തിരമാലകളെ സൃഷ്ടിക്കുന്നതാണല്ലോ സുനാമി. എന്നാൽ സീഷ എന്ന് പറഞ്ഞാൽ തടാകങ്ങൾ അല്ലെങ്കിൽ ഫ്യോർഡുകൾ പോലുള്ള അടച്ചിട്ടതോ പകുതി അടഞ്ഞതോ ആയ ജലാശയങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. അത് കുലുങ്ങുമ്പോൾ വെള്ളം മുന്നോട്ടും പിന്നോട്ടും പാറക്കെട്ടുകളിൽ ഇടിക്കുന്നു, ഒരു പാത്രത്തിലെ വെള്ളത്തെ ഇട്ട് കുലുങ്ങും പോലെ. ഡിക്സൺ ഫ്യോർഡിൽ ഇടുങ്ങിയ താഴ്വരയുടെ ആകൃതി ഒരു വലിയ പാറയും ഐസും വെള്ളത്തിൽ വീണ ശേഷം തിരമാലകളെ അവിടെ കുടുക്കി നിർത്തി. തിരമാലകൾക്ക് ഒരു സുനാമി പോലെ അകന്നു പോകാൻ കഴിഞ്ഞില്ല. അതിനാൽ അവ മുന്നോട്ടും പിന്നോട്ടും ഇങ്ങനെ കുതിച്ച് ചലിച്ചു കൊണ്ടിരുന്നു. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു താളാത്മകമായ ഒരു ചലനം സൃഷ്ടിച്ചു. ഈ ചലനം ഭൂമിയിലൂടെ ആഴത്തിൽ താഴ്ന്ന ആവൃത്തിയിലുള്ള വൈബ്രേഷനുകളെ സൃഷ്ടിച്ചു. ശാസ്ത്രജ്ഞർ എങ്ങനെയാണ് ഈ നിഗൂഢത പരിഹരിച്ചത്? ഈ വിചിത്രമായ സിഗ്നലുകൾക്ക് കാരണം എന്താണെന്ന് കണ്ടെത്താൻ ഉപഗ്രഹങ്ങളും നിർമ്മിത ബുദ്ധിയും ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ സാങ്കേതിക വിദ്യയിലേക്ക് തിരിഞ്ഞു. 2022 ഡിസംബറിൽ നാസയും ഫ്രഞ്ച് ബഹിരാകാശ ഏജൻസിയും ചേർന്ന് വിക്ഷേപിച്ച SWOT എന്ന ഒരു പുതിയ ഉപകരണമായിരുന്നു പ്രധാന ഉപകരണം. ഇടുങ്ങിയ പാതകൾ മാത്രം സ്കാൻ ചെയ്ത പഴയ ഉപഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജലപ്രതലങ്ങളുടെ വിശാലവും ഉയർന്ന റെസല്യൂഷനുള്ളതുമായ ചിത്രങ്ങൾ പകർത്താൻ ഈ ഉപഗ്രഹത്തിന് സാധിച്ചു. ഗ്രീൻലാൻഡിൽ നിന്നുള്ള SWOT ഡേറ്റ ശാസ്ത്രജ്ഞർ പരിശോധിച്ചപ്പോൾ ഫ്യോർഡിലെ ജലത്തിന്റെ ഉപരിതലം 2 മീറ്ററോളം ചെറുതായി ചരിഞ്ഞതായി അവർ കണ്ടു. ഈ സൂക്ഷ്മമായ ഉയർച്ചകളും താഴ്ചകളും ഒരു സീഷയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചലനവുമായി പൊരുത്തപ്പെട്ടു. സംഭവം കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ തിരമാലകൾ കാലക്രമേണ എങ്ങനെ പെരുമാറുമെന്ന് അനുകരിക്കാൻ ഗവേഷകർ മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചു. അത് ഒരുതരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഇനി പറയുന്നവയിൽ നിന്നുള്ള ഡേറ്റയും അവർ പരിശോധിച്ചു. ദൂരെയുള്ള സൗണ്ട് സെൻസറുകൾ, കാലാവസ്ഥ പാറ്റേണുകൾ, വേലിയേറ്റ മാറ്റങ്ങൾ.
അവരുടെ സിദ്ധാന്തം തെളിയിക്കാൻ ഗവേഷകർ ഈ നിരീക്ഷണങ്ങളെ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഭൂമിയുടെ പുറന്തോടിൻ്റെ ചെറിയ ചലനങ്ങളുമായി ബന്ധിപ്പിച്ചു. ഉപഗ്രഹം നിരീക്ഷിക്കാത്ത കാലഘട്ടത്തിൽ പോലും തിരമാലയുടെ സവിശേഷതകൾ പുനർനിർമ്മിക്കാൻ ഈ കണക്ഷൻ അവരെ പ്രാപ്തമാക്കി. കാറ്റോ വേലിയേറ്റമോ മൂലമാണ് നിരീക്ഷണങ്ങൾ ഉണ്ടായതെന്ന് സ്ഥിരീകരിക്കാൻ ഗവേഷകർ കാലാവസ്ഥയും വേലിയേറ്റത്തിൻ്റെ സാഹചര്യങ്ങളെ പുനർനിർമ്മിച്ചു. ഇത് നേച്ചർ കമ്മ്യൂണിക്കേഷൻ ജേണലിൽ കണ്ടെത്തലുകളെല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സുനാമിയുടെ ഊർജ്ജത്തെ ഫ്യോഡിൻ്റെ അതുല്യമായ ഭൂമിശാസ്ത്രം കുടുക്കി. അത് വേഗത്തിൽ അലിഞ്ഞു പോകുന്നതോ അല്ലെങ്കിൽ ദൂരേക്ക് പരന്നു പോകുന്നതോ തടഞ്ഞു വെച്ചു എന്നുള്ളതാണ് സത്യം.